ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് തന്നെ നമ്മുടെ കമ്പനി ഒരു സ്ഥലത്ത് നമുക്കൊരു ട്രെയിനിങ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രാവിലെ പോകുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ 2-3 മുട്ടയൊക്കെ പൊരിച്ച് നേരെ ഒരു ദോശ മേടിക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഇന്ത്യൻ കടയിലോട്ട് വിട്ടു. രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ ആകാശം കാണാൻ കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ആ രസമൊക്കെ ആസ്വദിച്ച് റോഡൊക്കെ ക്രോസ് ചെയ്ത് നേരെ ഇന്ത്യൻ കടയിലോട്ട് വെച്ച് പിടിച്ചു. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ത്യൻ കടയിൽ എത്തി ഒരു ദോശയ്ക്ക് ഓർഡർ കൊടുത്തിട്ടും അത് മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് നടന്നു. വീട്ടിലെത്തിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മുട്ടയും പിന്നെ നമ്മൾ മേടിച്ച ദോശയും പിന്നെ ഒരു ചായയൊക്കെ ഉണ്ടാക്കിയിട്ടും കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീർത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമ്മുടെ സമയം ഓൾമോസ്റ്റ് ലേറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി ഡ്രസ്സൊക്കെ മാറി ട്രെയിനിങ്ങിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് 8:15 കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി. നമ്മൾ വേറൊരു കമ്പനിയിലോട്ട് പോകണോണ്ട് തന്നെ അവിടെ പാർക്കിംഗ് ഉണ്ടോ ഇല്ലെന്ന് നമുക്കൊരു ഡൗട്ട് ആയതുകൊണ്ട് നമ്മുടെ കമ്പനിയുടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് നടക്കുകയാണ് ചെയ്തത്. നമ്മൾ ഓൾമോസ്റ്റ് 9 മണിയുടെ അടുത്ത് ആവാറായതുകൊണ്ട് തന്നെ നല്ല ഓടിയിട്ടാണ് നമ്മൾ പോയത്. ഇതാണ് ഞാൻ ട്രെയിനിൽ നിന്ന് പോകുന്ന കമ്പനി ബോഷ്. ഇവിടെയാണ് നമുക്കിന്ന് രാവിലെ ട്രെയിനിങ് സെറ്റ് ചെയ്തേക്കുന്നത്. രാവിലെ തൊട്ട് ഏകദേശം 5 മണി വരെ നമുക്ക് ട്രെയിനിങ് ഉണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന വേറെ കൊളീഗ്സും എൻ്റെ എഞ്ചിനീയേഴ്സ് എല്ലാം ഈ ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു സെറ്റപ്പ്. ഇവിടെ കുറേ റോബോട്ടും കുറേ കൺവെയർ അങ്ങനത്തെ കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരവൻ്റെ ടെക്നോളജി നമ്മളെ പരിചയപ്പെടുത്തുക, നമുക്കത് മനസ്സിലാക്കുക, നമ്മളത് വെച്ചിട്ട് നമ്മുടെ കമ്പനിയിൽ എത്രത്തോളം നമ്മളെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ടെക്നോളജിയാണ് ഇപ്പോൾ കറൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, വരെ എങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന കാര്യങ്ങളൊക്കെ പറ്റിയാണ് ഇവർ ശരിക്കും നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ട്രെയിനിൻ്റെ ഇടയിലത്തെ ഉച്ചത്തെ ബ്രേക്കിന് തന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കഫേയിലൊക്കെ പോയിട്ട് അവിടെ നമ്മളൊരു വെസ്റ്റേൺ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ തിരിച്ച് വന്ന് ട്രെയിനിങ് പിന്നെ അറ്റൻഡ് ചെയ്തു. അതിനിടയിൽ പിന്നെ ലാസ്റ്റ് ബ്രേക്കിന് നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ളൊരു കഫേയിൽ പോയിട്ട് വേറെ ഡ്രിങ്ക്സൊക്കെ മേടിച്ച് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 5 മണി വരെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ 5 മണി ആയപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ബൈക്കിരിക്കണ പഴയ സ്ഥലത്തോട്ട് പിന്നെയും പോയി. അവിടെ നിന്ന് ബൈക്കെല്ലാം എടുത്തു. പിന്നെ നമ്മൾ പോയത് വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനെ കാണാനാണ്. മൂപ്പർക്ക് കൈയിന് വേദന, നെഞ്ചിന് വേദന എന്നൊക്കെ പറഞ്ഞിട്ട് വയ്യാതിരിക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് കാണാൻ പോയതാണ്. കാണാൻ പോയപ്പോൾ നമ്മൾ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരുടെ ഭാര്യ ചോറ് വാരി കൊടുക്കുന്നതാണ്. എന്തിനാണോ വേദന എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അങ്ങേരെ കണ്ട സന്തോഷത്തിൽ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി.